നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.26%, S&P 500 0.56%, നാസ്ഡാക്ക് 0.76% പ്ലസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്ന മിക്ക ഡേറ്റകളും മാക്രോ എക്കണോമിക് ഡേറ്റകളെല്ലാം നല്ല ഡേറ്റയാണ് കാഴ്ചവെച്ചത്. പ്രധാനമായിട്ടും ഡ്യൂറബിൾസ് ഗുഡ്സ് ഓർഡർ ഡേറ്റ, അതുപോലെ കോർ ഡ്യൂറബിൾസ് ഗുഡ്സ് ഓർഡർ മന്ത് ഓൺ മന്ത്, അതുപോലെ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട്സ് ഡേറ്റ, ബിൽഡിംഗ് പെർമിറ്റ്സ് ഡേറ്റ, ഇതെല്ലാം പോസിറ്റീവായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ യുഎസിലെ ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയും ഫേവറബിൾ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഡേറ്റകളെല്ലാം വന്നതായിരിക്കും ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. അതുപോലെ ഐ ടി സെക്ടറുകളിൽ എയുടെ ഒരു ടെൻഷൻ മാറി അതിനകത്തൊരു റിക്കവറി തിരിച്ചൊരു ബൈങ് കണ്ടു. അപ്പോൾ ഇതുകൂടെയാണ് അമേരിക്കൻ മാർക്കറ്റിനെ പൊതുവെ ഇന്നലെ പോസിറ്റീവിലേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഇറാനുമായിട്ടുള്ള ഡിസ്കഷൻ, അത് ഇറാൻ യുഎസിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായിട്ട് അല്ല വാർത്തകൾ വരുന്നത്. ഇറാൻ ഈ ആയുധ നിർമ്മാണത്തിന് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താമെന്നും ഇറാന്റെ മേലുള്ള ഉപരോധം അവസാനിപ്പിക്കണം എന്നും തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആണവായുധം ആണവായുധ നിർമ്മാണം തടയാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഇറാന്റെ ഒരു വാശി ഇസ്രായേൽ എതിർക്കുന്നു. അപ്പൊ ഇസ്രായേൽ പറയുന്നത് യു എസ് വീണ്ടും ഇറാനെ ആക്രമിക്കണം എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പല ഇസ്രായേലി മാധ്യമങ്ങളും ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഈ ആഴ്ച അവസാനം യുഎസ് ഇറാനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ്. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ക്രൂഡ് ഓയിലാണ്ട് 3%, അതുപോലെ ഗോൾഡും സിൽവറും തിരിച്ചു കയറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാർക്കറ്റ് ഇന്നലെയും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഐ ടി സെക്ടറിൽ വരുന്ന ബൈങ്, അതുപോലെ AI സബ്മിറ്റിനെ സംബന്ധിച്ച് പല വിദേശ കമ്പനികളും ഇന്ത്യയിലെ പല കമ്പനികളുമായിട്ട് ടൈപ്പ് ആവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി AI സബ്മിറ്റിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഉണ്ട്. NVIDIA ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. AI സ്റ്റാർട്ടപ്പുകളും ഒക്കെ ആയിട്ട് സഹകരിച്ച് ഫണ്ടിങ്ങും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ TCS സ്റ്റാഫിനെ കട്ട് ചെയ്യുന്നതിനപ്പുറം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും, ഈ താരിഫ് മൂലമുള്ള അൺസർട്ടനിറ്റി മാറി എന്ന തരത്തിൽ ഗോൾഡ്മാൻ സാക്സിന്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ 2028 ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവുന്നതും 2047 35 ട്രില്യനാണ് ലക്ഷ്യമിടുന്നതെന്നും പീയൂഷ് ഗോയലിന്റെ ഭാഗത്തുനിന്ന്, മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ സിഗരറ്റ് സ്റ്റോക്കുകളെല്ലാം ഇന്നലെ ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. സിഗരറ്റിന് വില വർദ്ധിപ്പിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ അദാനി പവറിന്റെ കീഴിൽ അദാനി അറ്റോമിക് എനർജി എന്ന പേരിൽ ഒരു കമ്പനി ഈ ന്യൂക്ലിയർ റിയാക്ടർ രംഗത്തേക്ക് വീണ്ടും വരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം അദാനി ഡേറ്റാ സെന്റർ മേഖലയിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇന്ത്യ പല എക്യുപ്മെന്റും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ്. ഡോക്ടർ റെഡ്ഡി അതുപോലെ UK ബേസ്ഡ് ഒരു കമ്പനിയുടെ ചില ബ്രാൻഡുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ടെക്നോളജീസ് ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ അതിന്റെ പ്രൈസ് അപ്രീസിയേഷൻ കണ്ടിരുന്നു. അതുപോലെ RBIയുടെ ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു, യൂണിറ്റ് ട്രാൻസാക്ഷൻ ഐഡന്റിഫിക്കേഷൻ, പ്രത്യേകിച്ച് ഫോറിൻ കറൻസി അതുപോലെ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട്. അത് April 1 എന്നുള്ളത് January 1, 2027 ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നിലവിൽ വന്നാൽ ബാങ്കുകളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും. ഒരുപക്ഷെ ഇത് മാറ്റിവെച്ചത് ബാങ്കിംഗ് സെക്ടറിൽ ഒരു ബൈക്ക് കാരണമായിട്ടുണ്ട്. ഇന്നലെ FOMC മിനിറ്റ്സ് വന്നിരുന്നു. ഇന്ന് പ്രധാനമായിട്ടും വാർത്തകൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ എക്കണോമിക് ബുള്ളറ്റിൻ ഉണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. FIs 77% അവരുടെ പൊസിഷൻ കുറച്ചിട്ടുണ്ട്, ഷോർട്ട് പൊസിഷൻ. അതുപോലെ ക്ലൈന്റ് 67% ലോങ്ങിലാണ് നിൽക്കുന്നത്. അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക മാർക്കറ്റ് 26,000 ആണ് ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. 25,600 ലെവൽ, 500 ലെവലാണ് ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു. താങ്ക് യു.